കൂട്ടുകാരെ, അനുമോളുടെയും കുഞ്ഞുമയിലിന്റെയും യാത്ര ഇനി ഒഴുകുന്ന പുഴയോടൊപ്പമാണ്. കൂട്ടുകാർക്ക് കാണണ്ടേ? കുഞ്ഞുമയിലിന്റെ പുറത്ത് അനുമോൾ ഗമയോടെ അങ്ങനെ ഇരുന്നു. അങ്ങ് ദൂരെ മല കാണാം. അതെന്താണ് മലകൾക്കിടയിൽ നീളത്തിൽ വെള്ളിനൂലിഴ പോലെ തിളങ്ങുന്നത്? അത് പുഴയാണ്. മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ. കുഞ്ഞുമയിൽ ഉത്തരം നൽകി, ഞാൻ ഇതുവരെ പുഴ കണ്ടിട്ടില്ല. അനുമോൾ പറയുന്നത് കേട്ടപ്പോൾ കുഞ്ഞുമയിൽ പുഴ ഒഴുകുന്ന ഭാഗത്തേക്ക് പറന്നു. കുന്നും മലയും താണ്ടി പാറക്കെട്ടുകളിൽ മുട്ടി വിരുങ്ങി നുരഞ്ഞു പതഞ്ഞു പുഴ മലമുകളിൽ നിന്ന് താഴോട്ട് പതിക്കുന്നു. പച്ചക്കാടുകൾക്കിടയിൽ വെള്ളനുര ചിതറി പുഴ പൊട്ടിച്ചിരിച്ചുകൊണ്ട് താഴോട്ട് പതിക്കുന്ന ആ കാഴ്ച അവൾ കൗതുകത്തോടെ നോക്കി. എത്ര മനോഹരമായ ദൃശ്യം! മലയിറക്കം കഴിഞ്ഞാൽ പുഴ ശാന്തമായാണ് ഒഴുകുന്നത്. ഒഴുകി ഒഴുകി ഈ പുഴ എങ്ങോട്ടാണ് പോകുന്നത്? അനുമോൾക്ക് സംശയം. ഒഴുകി ഒഴുകി ഒടുവിൽ പുഴ കടലിലെത്തും. കുഞ്ഞുമയിൽ ഉത്തരം നൽകി, നമുക്കും പുഴയോടൊപ്പം കടലിൽ പോയാലോ? അതെ, ഇനി യാത്ര പുഴയ്ക്കൊപ്പമാവാം. കുഞ്ഞുമയിൽ സമ്മതിച്ചപ്പോൾ അനുമോൾക്ക് സന്തോഷമായി. പുഴയുടെ തീരത്ത് നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്ക് മുകളിലായി കുഞ്ഞുമയിൽ പറക്കാൻ തുടങ്ങി. നിറയെ വെള്ളവും പേറി പുഴ അങ്ങനെ പരന്നു കിടക്കുകയാണ്. പുഴയ്ക്കിരുവശവും ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും ചെടികളും, ഒഴുക്കിനൊത്ത് ഉയർന്നും താണും പുഴയോടൊപ്പം കളിക്കുന്ന മരച്ചില്ലകൾ, തന്റെ പൂക്കൾ പുഴയ്ക്ക് സമ്മാനിച്ച് തലയാട്ടി രസിക്കുന്ന പൂമരങ്ങൾ. വെള്ളത്തിൽ വീണ പൂക്കളും പുഴയ്ക്കൊപ്പം യാത്രയിലാണ്. ഈ പൂക്കളുടെയും യാത്ര കടലിലേക്കാണോ? പുഴയ്ക്കൊപ്പം പറന്നുകൊണ്ടിരിക്കെ പുഴ രണ്ടായി പിരിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. രണ്ട് പുഴകൾക്കും നടുവിലായി വലിയൊരു കരപ്രദേശം കാട് നിറഞ്ഞു കിടക്കുന്നു. അങ്ങിങ്ങ് പാറക്കെട്ടുകളും. കുറെ ദൂരം അങ്ങനെ പിണങ്ങി ഒഴുകിയ ശേഷം അവ രണ്ടും വീണ്ടും ഒന്നായി ഒഴുകാൻ തുടങ്ങി. പുഴക്കടവിൽ അക്കരെ പോകാനായി തോണിക്കാരനെ കാത്തു നിൽക്കുന്ന ആളുകൾ, അക്കരെ ഇക്കരെ തുഴഞ്ഞു നീങ്ങുന്ന കടത്തു തോണികൾ, പുഴവെള്ളത്തിൽ മുങ്ങി കക്കവാരി പൊങ്ങുന്ന പെണ്ണുങ്ങൾ, തോണികളിൽ മണൽ കടത്തുന്ന ആണുങ്ങൾ, എല്ലാം അവൾക്ക് പുതുമയുള്ള കാഴ്ചകളായിരുന്നു. പുഴ തെളിഞ്ഞൊഴുകുകയാണ്. പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽപാളത്തിലൂടെ കടകട ശബ്ദത്തോടെ തീവണ്ടി കടന്നുപോയി. ഇത്ര വലുതാണോ തീവണ്ടി? അവൾ അത്ഭുതം കൂറി. ഒഴുകുന്ന പുഴയ്ക്കൊപ്പമുള്ള യാത്രയിൽ ഗ്രാമഭംഗിയും അവൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. പുഴക്കരയിലെ പുൽപ്പരപ്പിൽ മേയുന്ന ആടുമാടുകൾ, പക്ഷികൾ കലവില കൂട്ടി പറന്നു കളിക്കുന്നു. കൊച്ചു കൊച്ചു കാവുകൾ, മരത്തിൽ ചാടിക്കളിക്കുന്ന അണ്ണാറക്കണ്ണന്മാർ, പുഴയോട് ചേർന്നുള്ള വെള്ളക്കെട്ടുകൾക്ക് മുകളിൽ പാറിക്കളിക്കുന്ന ചുവന്ന തുമ്പികൾ, കൊച്ചു കൊച്ചു വീടുകൾ. മൈതാനത്ത് പലതരം കളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ. കുറെ കുട്ടികൾ എന്തിനെയോ എത്തിപ്പിടിക്കാനായി ചിരിച്ചുകൊണ്ട് ഓടുകയാണല്ലോ. എന്താണത്? അനുമോൾ സൂക്ഷിച്ചു നോക്കി. അതാ പറന്നു വരുന്നു ഒരു അപ്പൂപ്പൻ താടി. അവൾ അതിനെ പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മൂപ്പർ തെന്നി മാറിക്കളഞ്ഞു. അവൾക്ക് നല്ല രസം തോന്നി. അപ്പൂപ്പൻ താടി, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പൂപ്പൻ താടി സ്വന്തം കഥ പറയാൻ തുടങ്ങി. ഞാൻ രാവിലെ അമ്മയുടെ അനുവാദത്തോടെ കാറ്റിനോടൊപ്പം പുറപ്പെട്ടതാണ്. നല്ല മഞ്ഞുണ്ടായിരുന്നു. എന്റെ കുപ്പായം മഞ്ഞു കാരണം നനഞ്ഞു ഒട്ടിപ്പോയി. പിന്നെ കാറ്റിനൊപ്പം പറക്കാൻ കഴിയാതെയായി. വഴിവക്കിലിരുന്ന് 1 മണിക്കൂർ വിശ്രമിച്ചു. സൂര്യകിരണങ്ങൾ ഏറ്റപ്പോൾ എന്റെ രോമക്കുപ്പായം ഉണങ്ങിക്കിട്ടി. ഞാൻ വീണ്ടും കാറ്റിനൊപ്പം യാത്ര തുടർന്നു. അതിനിടെ ഒരു കുസൃതിക്കുരുന്നിന്റെ
ഇപ്പോൾ അനുമോളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പൂപ്പൻ ഡാഡിയുടെ കഥ അനുമോൾക്ക് നന്നായി രസിച്ചു. അപ്പൂപ്പൻ ഡാഡിയോട് കിന്നാരം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. പുഴയോടൊപ്പം നമ്മൾ ഏറെ ദൂരം പിന്നിട്ടു. ദേ കടലെത്താറായി, കുഞ്ഞുമയിൽ പറഞ്ഞു. കടലിനോടടുക്കും തോറും പുഴയുടെ വീതി കൂടിക്കൂടി വന്നു. ഒഴുക്കിന്റെ വേഗതയും തിരമാലകൾ ആർത്തിരമ്പുന്ന ശബ്ദം അനുമോളുടെ കാതിൽ അലച്ചു. പുഴ കടലിന്റെ മടിത്തട്ടിലേക്ക് ഒഴുകിത്തുടങ്ങി. മത്സ്യബന്ധനത്തിനായുള്ള കുറേ ബോട്ടുകൾ അവിടെ വെള്ളത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുമയിൽ കടൽക്കരയിലേക്ക് പറന്നു നീങ്ങി. ശക്തിയായി തണുത്ത കാറ്റ്, കരയിലേക്ക് ആഞ്ഞടിച്ചു കയറുന്ന തിരമാലകൾ, നിറയെ വെള്ളനുര, പതഞ്ഞു പൊങ്ങുന്ന തിരകൾക്കിടയിൽ ആർത്തുല്ലസിക്കുന്ന കുട്ടികൾ. തിരമാലയ്ക്കൊപ്പം കരയിലെത്തുന്ന ചിപ്പികളും ശംഖുകളും പെറുക്കുന്ന തിരക്കിലാണവർ. മീൻ പിടിക്കാനായി തോണിയിറക്കുന്നവരുടെ ബഹളം. കടൽക്കരയിൽ അവിടെവിടെ ആളുകൾ സൊറ പറഞ്ഞിരിപ്പുണ്ട്. ആകാശം ചുവന്നു തുടുത്തതിന്റെ പ്രതിഫലനം കടലിലും കാണാം. അനുമോൾ ആ കടൽ കാഴ്ചയിൽ അന്തം വിട്ടങ്ങനെ ഇരുന്നു. അനുമോളുടെയും കുഞ്ഞുമോളുടെയും പുതിയ പുതിയ കാഴ്ചകളുമായി ഞാൻ ഇനിയും വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.